ഇതിൽ കാണുന്ന റൈറ്റ് സൈഡിലുള്ള പെയിന്റിങ് എൻ്റെ വർക്കാണ്. സെസാനോ അല്ലെങ്കിൽ വാൻഗോഗോ അല്ലെങ്കിൽ മൊന അല്ല സ്റ്റൈൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. വാട്സ്ആപ്പ് ഗായ്സ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ ഒറ്റപ്പാലത്ത് വരുന്ന അനങ്ങന്മാല എക്കോ ടൂറിസം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പെയിന്റിങ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ സബ്ജക്റ്റ് എങ്ങനെയാണ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു കുറച്ച് വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ അത് മാക്സിമം ഇതിൽ കണ്ടന്റ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അതായത് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്ന സംഭവമല്ല, അതൊരു ഓൺ ഗോയിങ് ജേണിയാണ്. അപ്പോൾ 2010 വരച്ച ചിത്രമാണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഈ ചിത്രം വരച്ചതിൽ നിന്നും ഇപ്പോൾ ചെയ്യുന്ന പെയിൻറ്റിങ്ങിലും വളരെയധികം വ്യത്യാസമുണ്ട്. അതെങ്ങനെ വെച്ചാൽ ഞാൻ കാണുന്ന ആർട്ടിസ്റ്റ്, ഞാൻ റെഫർ ചെയ്യുന്ന സ്റ്റൈല്, മീഡിയം, ഇതൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ റെഫറൻസ് എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ള ആർട്ടിസ്റ്റ് ഒന്നാണ് വാൻഗോഗ്. വാൻഗോഗിൻ്റെ പെയിൻറ്റിങ് സ്റ്റൈല് ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ അങ്ങേരെ ഇരുന്നിട്ട് ഓക്കെ ഇന്ന് എനിക്കൊരു സ്റ്റൈൽ ഉണ്ടാക്കണം എന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അതിന് അങ്ങേരെ ഹിസ്റ്ററി നോക്കുക, അങ്ങേരെ ബ്രദറിൻ്റെ ഇതിലുള്ള കത്തുകളുണ്ട്, അതിലൊക്കെ അതിനെ കുറിച്ചിട്ട് നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വാൻഗോഗ് ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു ജാപ്പനീസ് പ്രിന്റ് ബ്ലോക്സ് എന്നുള്ളൊരു മെത്തേഡിനാണ് പെയിൻറ്റിങ്ങിൽ ഫ്ലാറ്റ് കളേഴ്സും ഔട്ട്ലൈനും ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ പോസ്റ്റർ കളറൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ അങ്ങനത്തെ ടെക്നിക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അങ്ങനത്തെ സ്റ്റൈൽ. അപ്പോൾ വാൻഗോഗ് അവരെ വർക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട് കുറേ അത് റിക്രിയേറ്റ് ചെയ്തിരുന്നു, സ്റ്റഡി ചെയ്തിരുന്നു. അതിൽ നിന്നാണ് വാൻഗോഗിൻ്റെ ഇംപ്രഷനിസം കൂടി മിക്സ് ആയിട്ടുള്ള ആ ഒരു സ്റ്റൈൽ വന്നിട്ടുള്ളത്. സ്ട്രോക്സും ഉണ്ട്, ഫ്ലാറ്റ് കളേഴ്സും ഉണ്ട്, ഹെവി ബ്രഷ് വർക്കും ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈല് വരുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റിൽ നിന്നാണ്, ഇഷ്ടപ്പെട്ട ജോൺറ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ വർക്കിന് വാൻഗോഗിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, റിച്ചാർഡ് ഷ്മിഡിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ബെൻ ഫെൻസ്കയുടെ ബ്രഷ് വർക്ക് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു അഡ്മിറേഷൻ എന്ന് വരുന്ന സംഭവങ്ങളാണ്. അത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പെയിൻറ്റിങ് വാൻഗോഗിനെ പോലെ ആവുന്ന നിർബന്ധമില്ല. എന്താ വെച്ചാൽ അതാണ് ആർട്ടിസ്റ്റിൻ്റെ യൂണിക്നെസ്. ഇപ്പോൾ എനിക്ക് എന്താണ് പുഷ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ പെയിൻറ്റിങ്, ഈ വാട്ടർഫോള്, ഇപ്പോൾ ഈ വാട്ടർഫോളിൽ എനിക്ക് ആ ബ്രഷ് വർക്കിൽ ഞാൻ കാണിക്കാൻ നോക്കുകയാണ് വെള്ളത്തിൻ്റെ ആ ഫോഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനത് എത്രത്തോളം എനിക്ക് പുഷ് ചെയ്യാനും ബ്രഷ് കൊണ്ട് പാലറ്റ് നൈഫ് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു സ്റ്റൈല് ഇവോൾവ് ആവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിൽ ലൈഫ് അല്ലെങ്കിൽ ഫിഗറേറ്റീവ് പ്ലെനറിന് മാത്രമല്ല അപ്ലിക്കബിൾ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അങ്ങനത്തെ വർക്ക് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ ഇവിടെ കാണിക്കാം. എൻ്റെ ഒരു വർക്കാണ്, ഒരു സർറിയൽ കണ്ടംപററി സ്റ്റൈലുള്ള ഫിഗറേറ്റീവ്, ഇതാണ് അബ്സ്ട്രാക്റ്റ് എന്നും പറയാം. അപ്പോൾ ഇതിൽ എനിക്ക് ഈ പറഞ്ഞ വാൻഗോഗും ഇവരുടെ ഇൻഫ്ലുവൻസ് ഉള്ളത്. ഇതിലെനിക്കുള്ളത് ഓർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു നോർവേ പെയിൻറ്റർ ഉണ്ട്, ലിവിങ് മാസ്റ്റർ, വൺ ഓഫ് ദ ലിവിങ് മാസ്റ്റർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അങ്ങേരുടെ വർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്, അങ്ങേരെ സ്റ്റോറി ടെല്ലിങ്. അതായത് ഇതിനുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റാണ്. അതായത് നിങ്ങൾ എത്രത്തോളം അത് ഡൈസെക്ട് ചെയ്യാൻ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വർക്കും ഇപ്പോൾ ചെയ്യുന്ന വർക്കും ഭയങ്കര വ്യത്യാസമില്ലേ. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അതായത് നമുക്കൊരു അഡ്മിറേഷൻ വരുമ്പോഴാണ് നമ്മൾ ആ വർക്ക് സ്റ്റൈലിനെ കുറിച്ച് പഠിക്കാൻ നോക്കാം, എന്തുകൊണ്ടായിരിക്കും ഈ ആർട്ടിസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആർട്ട് ഹിസ്റ്ററി പഠിക്കാൻ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഹോം ടൗൺ തൃശ്ശൂരാണ്. തൃശ്ശൂർ ലളിത് കലാ അക്കാഡമിയിൽ പോയപ്പോൾ അവിടെ ലൈബ്രറി ഉണ്ട്, അവിടെ പോയിരുന്നിട്ട് ബുക്സ് നമുക്ക് റെഫർ ചെയ്യാം, വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ എല്ലാ നാട്ടിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആർട്ട് ഹിസ്റ്ററി ബുക്സ് ഒക്കെ റെഫർ ചെയ്ച്ചാൽ എന്തുകൊണ്ടായിരിക്കും ആ ലെവലിൽ ചെയ്തിട്ടുണ്ടാവുക. അത് ഓരോരുത്തരെ ചുറ്റുപാടിനനുസരിച്ചിട്ട് ചെയ്തിട്ടുണ്ടാവുക, അവർ ഏത് കാലഘട്ടത്തിലൂടെയാണ് പോയിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ എനിക്കുള്ളത് കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ നാളെ ഞാൻ ഈ സ്റ്റൈലൊന്നും ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പിക്കാസോയുടെ പെയിൻറ്റിങ്, പിക്കാസോയുടെ സ്റ്റൈൽ കാണുമ്പോൾ എല്ലാവരും പറയും ഇത് ആർക്കും ഉണ്ടാക്കാൻ പറയും. പക്ഷെ ആരും അധികം സെർച്ച് ചെയ്ത ഭാഗമാണ് പിക്കാസോയുടെ ഇനീഷ്യൽ പെയിൻറ്റിങ്സ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തപ്പെടുത്തുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റിയലിസ്റ്റിക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു പിക്കാസോ. പിന്നീട് അങ്ങനെ ആ സ്റ്റൈല് ഇവോൾവ് ആയിട്ട് മാറുന്നതാണ്, അതിനൊരു മെച്യൂരിറ്റി ലെവലായിട്ട് മാറുന്നതാണ് അങ്ങനത്തെ വരുന്നത്. അല്ലാതെ അവർക്ക് അറിയാത്തത് കൊണ്ടല്ല അങ്ങനെ വരച്ചിട്ടുള്ളത്. പിക്കാസോയുടെ വർക്ക് എടുത്ത് നോക്കി വെച്ചാൽ നമുക്ക് തോന്നില്ല ഇതിന് വാൻഗോഗിൻ്റെ അല്ലെങ്കിൽ പോൾ ഗോഗൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണ് ആരൊക്കെയാണ് പിക്കാസോയുടെ വർക്കിന് ഇൻഫ്ലുവൻസ് വെച്ചാൽ ഇവരുടെ പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ആൾക്കാർക്ക് പല ആർട്ടിസ്റ്റുകളെയും ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്റ്റൈൽ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ സബ്ജക്റ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സർക്കിളിലും ഷെയർ ചെയ്യുക. അപ്പോൾ ഹാപ്പി പെയിൻറ്റിങ്.